പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്ടീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതോടൊപ്പം തന്നെ 120 ദിവസത്തെ പഠനം കൊണ്ട് ആദ്യ റാങ്ക് നേടാനായിട്ട് നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാനും കൂടി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ തന്നെ 2 ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ PSC പ്രൊഫൈലിൽ ഉള്ളത്. ഒന്നാമത്തേത് കാറ്റഗറി നമ്പർ 541/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ. രണ്ടാമത്തേത് കാറ്റഗറി നമ്പർ 539/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള പോർട്ട് സർവീസ് ഹൈഡ്രോഗ്രാഫിക് സർവേവിംഗിലേക്ക്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി 14/1/2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ആദ്യം നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് സിലബസിൽ മൊത്തം 8 മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് പഠിക്കാനുള്ളത്, 12 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ തെർമോഡൈനാമിക്സ് ആണ്, തെർമോഡൈനാമിക്സിന് 12 മാർക്കാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് 12 മാർക്ക്. നാലാമത്തെ മൊഡ്യൂളിൽ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ആണ് 12 മാർക്ക്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ തെർമൽ എഞ്ചിനീയറിംഗ് ആണ്, 14 മാർക്കാണുള്ളത്. ആറാമത്തെ മൊഡ്യൂളിൽ തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് 14 മാർക്ക്. ഏഴാമത്തെ മൊഡ്യൂളിലെ പ്രൊഡക്ഷൻ ടെക്നോളജി അതിന് 12 മാർക്കാണ്. എട്ടാമത്തെ മൊഡ്യൂളിലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് അതിന് 12 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ OMR പരീക്ഷയുടെ സിലബസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നോക്കാം. അപ്പൊ അത് നമുക്ക് ഈ സ്റ്റഡി പ്ലാൻ അകത്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കൂടെ നോക്കിപ്പോവാം. അപ്പൊ നമുക്ക് 120 ദിവസം കൊണ്ട് പഠിച്ച് ആദ്യ റാങ്ക് നേടാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേ ഓർഡറിൽ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ ഓരോ ടോപ്പിക്കിനും കൊടുത്തേക്കുന്ന ടൈമിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. കാര്യം പരീക്ഷ എത്രയും പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് 120 ദിവസമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ ഓരോ ടോപ്പിക്കിനും കൊടുത്തേക്കുന്ന ഈ പറയുന്ന ദിവസങ്ങളിൽ കൂടുതൽ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കാനായിട്ട് എടുത്തുകൂടാ. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ അതോടൊപ്പം തന്നെ അതിന് ഓരോ ടോപ്പിക്കിനും എത്ര ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം, എത്ര ദിവസം നമ്മൾ എടുത്ത് പഠിക്കണം, അങ്ങനെയുള്ള കാര്യവും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ നോക്കിയാൽ കണ്ടോ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാംസ്, എലാസ്റ്റിക് കോൺസ്റ്റൻസ്, പോയ്സോൺസ് റേഷ്യോ ആൻഡ് ഹുക്സ് ലോ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ഒരു ദിവസമേ എടുക്കാവുള്ളൂ. അടുത്തത് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്, മോർ സർക്കിൾ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ഒരു ദിവസമേ എടുക്കാവുള്ളൂ. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ ആക്സിയൽ ലോഡഡ് മെമ്പേഴ്സ്, തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ, ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. അടുത്തത് ടോർഷണൽ ഡീഫോർമേഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്, പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. അടുത്തത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് ഫോർ ബീംസ്, ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്, നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്, ഷിയർ സ്ട്രെസ് ഫോർമുല ഫോർ ബീംസ്, ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. അടുത്തത് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്, അത് 2 ദിവസം കൊണ്ട് പഠിക്കണം. അടുത്തത് ബക്ലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി, ഓയിലേഴ്സ് തിയറി ഓഫ് കോളംസ്, ക്രിട്ടിക്കൽ ലോഡ്, ഈക്വലന്റ് ലെങ്ത്, സ്ലെൻഡർനെസ് റേഷ്യോ, റാങ്കൈൻസ് ഫോർമുല ഫോർ ഷോർട്ട് കോളംസ്, അത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. ഇത്രയും ടോപ്പിക്കുകൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അത്രയും ടോപ്പിക്കുകൾ പഠിച്ചിട്ട് പിന്നീടുള്ള 2 ദിവസം കൊണ്ട് അത് റിവിഷനും ചെയ്യണം. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ഫുൾ ടോപ്പിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. അങ്ങനെ അതിന് 2 ദിവസം എടുക്കും. അങ്ങനെ മൊത്തത്തിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് പഠിക്കാൻ 12 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ തെർമോഡൈനാമിക്സ് ആണ്. അപ്പൊ തെർമോഡൈനാമിക്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഓരോന്നിനും എത്ര ദിവസം നമ്മൾ എടുക്കണമെന്നുള്ളത് കാര്യവും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ തെർമോഡൈനാമിക്സിന് ആദ്യം തെർമോഡൈനാമിക് സിസ്റ്റം ആൻഡ് പ്രോസസ്, പ്രോപ്പർട്ടീസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്, ബിഹേവിയർ ഓഫ് ഐഡിയൽ ആൻഡ് റിയൽ ഗ്യാസ്, ഹീറ്റ് ആൻഡ് വർക്ക്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ടെമ്പറേച്ചർ സ്കെയിൽസ്, ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. അടുത്തത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, റിവേഴ്സിബിൾ പ്രോസസ്, എൻട്രോപ്പി, ക്ലോഷ്യസ് ഇനീക്വാലിറ്റി, എൻട്രോപ്പി ചേഞ്ചസ് ഇൻ വേരിയസ് തെർമോഡൈനാമിക് പ്രോസസസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി, ഇത്രയും കാര്യങ്ങൾ തുടർന്നുള്ള അടുത്ത 2 ദിവസം കൊണ്ട് പഠിക്കണം. അടുത്ത ടോപ്പിക്ക് അവൈലബിൾ ആൻഡ് അൺഅവൈലബിൾ എനർജി, അവൈലബിലിറ്റി ഫംഗ്ഷൻ,
availability and irreversibility. Third law of thermodynamics, thermodynamic relation, Helmholtz and Gibbs functions, Maxwell's relation, equation for internal energy, enthalpy and entropy. Then Clapeyron equations, throttling process, Joule-Thomson coefficient, inversion curve. ഇത്രയും കാര്യങ്ങൾക്ക് 2 ദിവസമേ നമ്മൾ എടുക്കാവുള്ളൂ. Then അടുത്തത് gas mixtures ആണ്. Gas mixtures, composition of gas mixtures, mass and mole fraction, Dalton's law, Gibbs-Dalton's law, equivalent molecular weight and gas constants, properties of gas mixtures, specific heat, internal energy, enthalpy and entropy. അത്രയും കാര്യങ്ങൾ പഠിക്കാൻ 2 ദിവസം എടുക്കാവുള്ളൂ. Then അടുത്തത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ്. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിനകത്ത് എന്തൊക്കെയുണ്ട്? എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ ആൻഡ് ഡ്യുവൽ കമ്പസ്റ്റൻ സൈക്കിൾ. ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ദെൻ തെർമോഡൈനാമിക്സ് തീർത്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമ്മൾ അത് റിവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ടോപ്പിക് ടെസ്റ്റുകൾ എഴുതണം. അങ്ങനെ മൊത്തത്തിൽ തെർമോഡൈനാമിക്സിന് 12 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്ത ടോപ്പിക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ 3 ദിവസം പഠിക്കാനുള്ള ടോപ്പിക് വന്നിട്ടുണ്ട്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്, ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, ഫോഴ്സസ് ഓൺ സബ്മർജ്ഡ് ബോഡീസ്, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്, എനർജീസ് ഇൻ ഫ്ലോയിങ് ഫ്ലൂയിഡ്, ഡൈനാമിക്സ്, സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ്, continuity equation, Euler's equation, Bernoulli's equation, flow rate measurement, Venturi and orifice meters, notches and weighers, pitted tube. ഇത്രയും കാര്യങ്ങൾ 3 ദിവസം കൊണ്ട് പഠിക്കണം. ദെൻ അടുത്തത് റെയ്നോൾഡ്സ് നമ്പർ, ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ, ഹേഗൻസ് പോയ്സ്ലി ഇക്വേഷൻ, ടർബുലന്റ് ഫ്ലോ, ദെൻ turbulent flow through pipes, head loss due to friction, Darcy's Weber equation, Chessy's formula, losses at entry and exit, sudden expansion and sudden contraction, boundary layer, drag and lift on immersed bodies. ഇത്രയും കാര്യങ്ങൾ 3 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. Then അടുത്തത് ഹൈഡ്രോളിക് മെഷീനിലുള്ള ടോപ്പിക് ആണ്. അതിനകത്ത് ഇമ്പാക്ട് ഓഫ് ഫ്രീ ജെറ്റ്, stationary and moving vanes, flat and curved vanes, series of curved vanes, work done and efficiency. ഇത്രയും കാര്യങ്ങൾ 1 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. Then അടുത്ത 3 ദിവസം കൊണ്ട് ഹൈഡ്രോളിക് മെഷീനിലുള്ള ബാക്കിയുള്ള ടോപ്പിക് അതെന്തൊക്കെയാണ്? ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻസ് അല്ലെ. അതിനകത്ത് തന്നെ പെൽട്ടൺ വീൽ, ഫ്രാൻസിസ് ടർബൈൻ ആൻഡ് കപ്ലാൻ ടർബൈൻ, വർക്ക് ഡൺ ആൻഡ് എഫിഷ്യൻസീസ്, ഡ്രാഫ്റ്റ് ട്യൂബ്, ക്യാവിറ്റേഷൻ, ഗവേണിംഗ് ആൻഡ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ. Then അടുത്തത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് എയർ വെസൽ, ക്യാവിറ്റേഷൻ, സ്ലിപ്പ്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം, വർക്ക് റിക്വയർഡ് ആൻഡ് എഫിഷ്യൻസി. അടുത്ത സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിനകത്ത് മാനോമെട്രിക് ഹെഡ്, എഫിഷ്യൻസി ആൻഡ് ലോസസ്, പ്രൈമിംഗ്, സ്പെസിഫിക് സ്പീഡ്, പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 2 ദിവസം കൊണ്ട് അതിനെ ഫുൾ ആയിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ടോപ്പിക് ടെസ്റ്റുകൾ എഴുതുക. അപ്പൊ ഇതിന് മൊത്തത്തിൽ ഹൈഡ്രോളിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിന് 12 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്ത ടോപ്പിക് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് പഠിക്കേണ്ട ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. ദെൻ മെറ്റാലിക് ബോണ്ട്, ക്രിസ്റ്റൽ സ്ട്രക്ചർ, സ്പേസ് ലാറ്റിസ്, ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽ, മില്ലർ ഇൻഡിസസ്, കോർഡിനേഷൻ നമ്പർ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, അലോട്രോപ്പി ആൻഡ് പോളിമോർഫിസം, ദെൻ ഇംപെർഫെക്ഷൻ ഇൻ ക്രിസ്റ്റൽസ്. ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. ദെൻ അടുത്ത 2 ദിവസം കൊണ്ട് എലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് മെറ്റൽ, സ്റ്റിപ്പ്, twinning, dislocation, critical shear stress, Frank Reed source, then strain hardening, delamination theory. ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. Then അടുത്ത 2 ദിവസം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഡിഫ്യൂഷൻ മെക്കാനിസം, ഫിക്സ് ലോ, അടുത്തത് തിയറി ഓഫ് അലോയ്സ്, അടുത്തത് ഗിബ്സ് ഫേസ് റൂൾ, സോളിഡ് സൊല്യൂഷൻ, ഹ്യൂം-റോത്തറിസ് റൂൾ, equilibrium diagrams of binary alloys, perictectic and perictectoid reactions, then iron carbon equilibrium diagrams, isothermal TTT diagrams, critical cooling rate. ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. Then അടുത്തത് heat treatment process, hardenability test, then surface treatment, case hardening, carburizing, nitriding, cyaniding, induction hardening, precipitation hardening, recovery, recrystallization and grain growth. ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. ഇതെല്ലാം ഈ ട്രീറ്റ്മെന്റിനകത്തുള്ള ടോപ്പിക് ആണ് അല്ലെ. ദെൻ അടുത്ത മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ് സയൻസിനകത്ത്
properties, composition and uses of various types of cast iron and steel, effect of various alloying element, properties, composition and uses of copper, aluminum, titanium and its alloys. അത് 2 ദിവസം കൊണ്ട് പഠിക്കണം. ബാക്കിയുള്ള 2 ദിവസം റിവിഷനും ടെസ്റ്റ് സീരീസും. അങ്ങനെ മൊത്തത്തിൽ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് 12 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്തത് തെർമൽ എഞ്ചിനീയറിംഗ്. അപ്പൊ തെർമൽ എഞ്ചിനീയറിംഗിനകത്ത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് പഠിക്കേണ്ടത് സ്റ്റീം എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഈ സ്റ്റീം എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ പഠിക്കണം? റാങ്കൈൻ സൈക്കിള്, ബോയിലർ മൗണ്ടിങ്സ്, ബോയിലർ ആക്സസറീസ്, സ്റ്റീം എഞ്ചിൻ, സ്റ്റീം നോസിൽസ്, സ്റ്റീം ടർബൈൻ, മൾട്ടി സ്റ്റേജ് ടർബൈൻ, ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. ദെൻ അടുത്തത് IC എഞ്ചിൻ ആണ്, 1.5 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ, എയർ സപ്ലൈ സിസ്റ്റം, ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, പെർഫോമൻസ് ടെസ്റ്റിംഗ്, കമ്പസ്റ്റൻ ഇൻ SI ആൻഡ് CI എഞ്ചിൻസ്, ഓട്ടോ ഇഗ്നിഷൻ, പ്രീ ഇഗ്നിഷൻ, ഡിറ്റണേഷൻ, ഒക്ടേൻ ആൻഡ് സീറ്റൈൻ നമ്പേഴ്സ്, ആന്റി നോക്കിംഗ് ഏജന്റ്സ്, ഇത്രയും കാര്യങ്ങൾ 1.5 ദിവസം കൊണ്ട് പഠിക്കണം. അടുത്ത 1.5 ദിവസം ഗ്യാസ് ടർബൈൻ പഠിക്കണം. അപ്പൊ ഗ്യാസ് ടർബൈന് ക്ലാസിഫിക്കേഷൻ, റീജനറേഷൻ, ഇന്റർ കൂളിംഗ്, റീഹീറ്റിംഗ്, എഫിഷ്യൻസി ആൻഡ് വർക്ക് ഔട്ട്പുട്ട്, അത് 1.5 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ദെൻ അടുത്ത 2 ദിവസം കംപ്രസർ പഠിക്കാനാണ് എടുക്കേണ്ടത്. അപ്പൊ കംപ്രസറിനകത്ത് കംപ്രസേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കംപ്രസേഴ്സ്, യൂസസ് ഓഫ് കംപ്രസേഴ്സ്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, സിംഗിൾ സ്റ്റേജ് കംപ്രസർ, ഇക്വേഷൻ ഫോർ വർക്ക് എഫിഷ്യൻസീസ്. അടുത്തത് മൾട്ടി സ്റ്റേജ് കംപ്രസർ. അപ്പൊ മൾട്ടി സ്റ്റേജ് കംപ്രസർ പഠിക്കാൻ നേരത്ത് നമുക്ക് ഇന്റർ കൂളർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ദെൻ റോട്ടറി കംപ്രസേഴ്സ്, ഫാൻ ആൻഡ് ബ്ലോവേഴ്സ്, ആ കാര്യങ്ങൾ പഠിക്കണം. 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്തത് നമുക്ക് 2 ദിവസം കൊണ്ട് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിക്കണം. ഇപ്പൊ റെഫ്രിജറേഷനകത്ത് കൺസെപ്റ്റ് ഓഫ് COP, ഹീറ്റ് പമ്പ്, റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, റെഫ്രിജറേഷൻ സിസ്റ്റംസ്, പ്രോപ്പർട്ടീസ് ഓഫ് മോയ്സ്റ്റ് എയർ, സൈക്രോമെട്രിക് ചാർട്ട്, ദെൻ ബേസിക് സൈക്രോമെട്രിക് പ്രോസസ്, ദെൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കണം. ദെൻ അടുത്തത് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഹീറ്റ് ട്രാൻസ്ഫറിന് ഞാൻ കൊടുത്തിരിക്കുന്ന ദിവസം 3 ദിവസമാണ്. 3 ദിവസത്തിൽ കൂടുതൽ എടുത്ത് പഠിക്കരുത്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ഫോറിയേഴ്സ് ലോ, then thermal conductivity, conduction through plain wall and composite wall, then black body concept, Stephen Boltzmann law, then gray body concept, then Newton-Raphman equation, free and forced convection, heat exchangers, classification, concept and overall heat transfer coefficient, LMTD, ഇത്രയും കാര്യങ്ങൾ 3 ദിവസം കൊണ്ട് പഠിക്കണം. ദെൻ അടുത്ത 2 ദിവസം പവർ പ്ലാന്റ് ആണ്. അതിനകത്ത് പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക്, തെർമൽ, ഡീസൽ ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. 2 ദിവസം കൊണ്ട് പഠിക്കണം. ബാക്കിയുള്ള 2 ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ടോപ്പിക് ടെസ്റ്റ് എഴുതണം. അങ്ങനെ മൊത്തത്തിൽ തെർമൽ എഞ്ചിനീയറിംഗിന് 16 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് ആണ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം തിയറി ഓഫ് മെഷീൻസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ തിയറി ഓഫ് മെഷീൻസിന്റെ ഇൻട്രൊഡക്ഷനകത്ത് ഡെഫിനിഷൻ ആൻഡ് ബേസിക് കൺസെപ്റ്റ്, കൈനമാറ്റിക് ആൻഡ് ഡൈനാമിക് അനാലിസിസ് ഓഫ് പ്ലൈനാർ മെക്കാനിസം, അത് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അതിനകത്ത് കുറെ തിയറി ഉണ്ട്, അതെന്തായാലും 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ദെൻ അടുത്തത് നമുക്ക് പവർ ട്രാൻസ്മിഷനാ. അപ്പൊ അവിടെ ബെൽറ്റ്, റോപ്പ്, ചെയിൻ അങ്ങനെയൊക്കെയുള്ള കാര്യം വരും. റേഷ്യോ ഓഫ് ബെൽറ്റ് ടെൻഷൻ, ദെൻ പവർ ട്രാൻസ്മിറ്റർ, ഫ്രിക്ഷൻ ക്ലച്ച്, പ്ലേറ്റ് ക്ലച്ച്, കോണിക്കൽ ക്ലച്ച്, ബ്രേക്ക് ആൻഡ് ഡൈനാമോമീറ്റർ, then types of brake, absorption and transmission type dynamometers, gears, types of gears, terminology, law of gearing, gear tooth profiles, interference and undercutting, calculation of minimum number of teeth, contact ratio, path of contact, arc of contact, gear trains, ഇത്രയും കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ദെൻ അടുത്തത് ഫ്ലൈവീൽ, ഗവർണർ, ഗൈറോസ്കോപ്പ്, ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് മാസസ്, free and forced vibration of single degrees of freedom, then effect of damping, vibration, isolation and transmissibility, resonance, critical speeds and whirling of shaft. നമുക്ക് ഇവിടെ ഡൈനാമിക്സ് ഓഫ് മെഷീനറി, അതിനകത്ത് വരുന്ന വൈബ്രേഷനും നമ്മൾ 3 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ദെൻ അടുത്തത് നമ്മുടെ ഡിസൈൻ ടോപ്പിക് ആണ്. ഡിസൈൻ ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക് ലോഡിംഗ്, ദെൻ ഫെയിലിയർ തിയറീസ്, ഫെറ്റീഗ് സ്ട്രെങ്ത് ആൻഡ് എസെന്റ് ഡയഗ്രാം, principles of design of machine elements such as bolted, riveted and welded joints, design of shafts, spur gears, rolling and sliding contact bearings, brakes and clutches. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റിലുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ദെൻ ബാക്കിയുള്ള 2 ദിവസം നമുക്ക് റിവിഷനും ടോപ്പിക് ടെസ്റ്റും. ദെൻ അടുത്ത 7ാമത്തെ മൊഡ്യൂള് പ്രൊഡക്ഷൻ ടെക്നോളജി. അപ്പൊ പ്രൊഡക്ഷൻ ടെക്നോളജിക്കകത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മാനുഫാക്ചറിങ് പ്രോസസ്സിലെ കാര്യങ്ങളാണ്. അതിനകത്ത് കാസ്റ്റിംഗ് ഉണ്ട്,
അതോടൊപ്പം തന്നെ വെൽഡിങ്, അല്ലെ, സോൾഡറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കാസ്റ്റിംഗ്, അതിനകത്ത് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ്, ഡിസൈൻ ഓഫ് പാറ്റേൺ, മോൾഡ്സ് ആൻഡ് കോർസ്, സോൾഡിഫിക്കേഷൻ ആൻഡ് കൂളിംഗ്, റൈസർ ആൻഡ് ഗേറ്റിംഗ് ഡിസൈൻ, കാസ്റ്റിംഗ് ഡിഫക്ട്, പ്രിൻസിപ്പൽസ് ഓഫ് വെൽഡിംഗ്, ബ്രേസിംഗ് ആൻഡ് സോൾഡറിംഗ്, ടൈപ്സ് ഓഫ് വെൽഡിംഗ്, വെൽഡ് ഡിഫക്ട്സ്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആൻഡ് yield criteria, ഫണ്ടമെന്റൽസ് ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് വർക്കിംഗ് പ്രോസസ്, then rolling, forging, extrusion, വയർ ഡ്രോയിങ്, റോട്ടറി പിയേഴ്സിങ്, റോട്ടറി സ്വേജിങ്, മെറ്റൽ സ്പിന്നിങ് എന്ന് വേണ്ട മാനുഫാക്ചറിംഗിലുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ട്. അതിന് 3 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്തത് നമ്മുടെ മെഷീൻ ടൂൾസിനകത്ത് വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ്? മെഷീനിങ് ആൻഡ് മെഷീൻ ടൂൾ ഓപ്പറേഷൻ, മെക്കാനിക്സ് ഓഫ് മെഷീനിങ്, സിംഗിൾ പോയിന്റ് ആൻഡ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾസ്, ടൂൾ ജോമെട്രി ആൻഡ് മെറ്റീരിയൽസ്, ടൂൾ ലൈഫ് ആൻഡ് വെയർ, എക്കണോമിക്സ് ഓഫ് മെഷീനിങ്, then basic machine tools, lathe, shaper, milling, drilling, boring, എല്ലാ മെഷീനും പഠിക്കണം, ഗ്രൈൻഡിങ് എല്ലാം പഠിക്കണം. then principles of work holding, jigs and fixtures, turret and capstan lathe, ഇത്രയും കാര്യങ്ങളും പഠിക്കാനുണ്ട്. 3 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പൊ മെഷീൻ ടൂൾസിന് 3 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. then അടുത്ത അഡ്വാൻസ്ഡ് മെഷീനിങ് ആണ്. അപ്പൊ അവിടെ വരുമ്പം NC മെഷീൻസ് ഉണ്ട്, അതുപോലെ തന്നെ അൺകൺവെൻഷണൽ മെഷീൻ ഉണ്ട്, അല്ലെ, EDM, ECM, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിനെല്ലാം 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അടുത്തത് മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. അപ്പൊ മെട്രോളജി ആൻഡ് ഇൻസ്പെക്ഷൻ പഠിക്കാൻ 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ലിമിറ്റ്, ഫിറ്റ് ആൻഡ് ടോളറൻസ്, ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെന്റ്സ്, കമ്പാരറ്റേഴ്സ്, ഇന്റർഫെറോമെട്രി, ഫോം ആൻഡ് ഫിനിഷ് മെഷർമെന്റ്, alignment and testing method, tolerance analysis in manufacturing and assembly, then concepts of coordinate measuring machine, CMM. അത്രയും കാര്യങ്ങളാണ് നമുക്ക് മെട്രോളജി പഠിക്കാനുള്ളത്. മെട്രോളജി ചെറിയൊരു ടോപ്പിക് ആണ്, നമ്മൾ അത് ഈ 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. then അടുത്തത് സിം ആണ്, കമ്പ്യൂട്ടർ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് CAD, CAM and their integration tool, additive manufacturing, അത് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. then റിവിഷൻ, ടോപ്പിക് ടെസ്റ്റ്, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? റിവിഷനും ടോപ്പിക് ടെസ്റ്റും വേണം. 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ ടെക്നോളജി പഠിക്കാൻ എത്ര ദിവസമാണ്? 14 ദിവസത്തിൽ കൂടുതൽ നമ്മൾ എടുക്കാൻ പാടില്ല. then അടുത്തത് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂള് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അതിനകത്ത് ആദ്യം തന്നിരിക്കുന്ന മാനേജ്മെന്റിലെ ടോപ്പിക്കാണ്. മാനേജ്മെന്റിലെ ടോപ്പിക്ക് നമ്മൾ 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കി? മീനിങ് ഓഫ് മാനേജ്മെന്റ്, ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, പ്രോജക്ട് ആൻഡ് മെട്രിക്സ് ഓർഗനൈസേഷൻ, formation of companies, proprietary, partnership and joint stock companies, private limited, public limited companies, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ഇങ്ങനെ മാനേജ്മെന്റില് നമ്മൾ 2 ദിവസത്തിൽ കൂടുതൽ എടുത്ത് പഠിക്കാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാനേജ്മെന്റ് നമുക്കിപ്പോ എഞ്ചിനീയറിംഗ് ബേസിലുള്ള മാനേജ്മെന്റ് ഒക്കെ ചെറിയ ടോപ്പിക്കുകളാണ്. ദെൻ അടുത്ത 2 ദിവസം കൊണ്ട് പഠിക്കേണ്ട കാര്യം ഫെസിലിറ്റീസ് പ്ലാനിംഗ് ആണ്. അതിനകത്ത് സെലക്ഷൻ ഓഫ് സൈറ്റ്, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്, പ്ലാൻ ലേഔട്ട്, പ്രോസസ്, പ്രോഡക്റ്റ്, ഫിക്സഡ്, ഗ്രൂപ്പ് ടെക്നോളജി ലേഔട്ട്, പ്രിൻസിപ്പൽസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, types of material handling equipments, preventive and breakdown maintenance, replacement of equipments. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെസിലിറ്റീസ് പ്ലാനിംഗ് പഠിക്കാനുള്ളത്. 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ഓക്കെ. ദെൻ അടുത്തത് വർക്ക് സ്റ്റഡി ആണ്. അപ്പൊ വർക്ക് സ്റ്റഡിക്ക് നമ്മൾ 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പൊ വർക്ക് സ്റ്റഡിക്കകത്ത് അനാലിസിസ് ഓഫ് വർക്ക് മെത്തേഡ്സ് യൂസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ചാർട്ട് ആൻഡ് ഫ്ലോ ഡയഗ്രാം, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ, മൈക്രോ മോഷൻ സ്റ്റഡി ആൻഡ് തെർബ്ലിക്സ്, സിമോ ചാർട്ട്, പ്രിൻസിപ്പൽസ് ഓഫ് മോഷൻ എക്കണോമി, ഡിറ്റർമിനേഷൻ ഓഫ് അലവൻസസ് ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം, ജോബ് ഇവാലുവേഷൻ ആൻഡ് മെറിറ്റ് റേറ്റിംഗ്, വേജ് പേയ്മെന്റ് പ്ലാൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വർക്ക് സ്റ്റഡിക്കകത്തുള്ളത്. ദെൻ അടുത്തത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. അതിന് 2 ദിവസം എടുത്താണ് നമ്മൾ 2 ദിവസം കൊണ്ട് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ പഠിച്ചു തീർക്കണം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, ജോബ് ബാച്ച് ആൻഡ് മാസ് പ്രൊഡക്ഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് എക്കണോമിക് ലോട്ട് സൈസ് ഇൻ ബാച്ച് പ്രൊഡക്ഷൻ, functions of production control, routing, scheduling, dispatching and follow up, Gantt chart, inventory models, determination of EOQ and reorder level, selective inventory control techniques, then break even analysis. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിന് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ദെൻ അടുത്തത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. അതിന് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല.
പ്രോസസ് കേപ്പബിലിറ്റി, then statistical quality control, control chart for variables and attributes, acceptance sampling and operating characteristics curve, system reliability, life testing, bathtub curve. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. 2 ദിവസം കൊണ്ട് അത് പഠിച്ചു തീർക്കണം. then അടുത്തത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, ലേബർ വെൽഫെയർ, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ലേബർ ലെജിസ്ലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അത് പഠിക്കാൻ 2 ദിവസത്തിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. then അടുത്തത് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ഗ്രാഫിക്കൽ ആൻഡ് സിംപ്ലക്സ് സൊല്യൂഷൻ മെത്തേഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെന്റ് പ്രോബ്ലംസ്, ഗെയിം തിയറി, സിമ്പിൾ ക്യൂയിങ് മോഡൽ, CPM ആൻഡ് പെർട്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അതും 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. ഇനി നമുക്ക് പിന്നീട് വരുന്ന 2 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആണ്. അങ്ങനെ മൊത്തം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റും കൂടെ നമ്മൾ 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് തിയറി സബ്ജക്ട് ആണെങ്കിലും അതിനകത്ത് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പൊ അത് ആഴത്തിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ ബാക്കിയുള്ള ദിവസം കൊണ്ട് 12 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് 20 മോഡൽ എക്സാംസ് നമ്മൾ എഴുതിയിരിക്കണം. അങ്ങനെ 20 മോഡൽ എക്സാംസ് എഴുതിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ബാക്കിയുള്ള 3 ദിവസം നമ്മൾ ഫൈനൽ ലാപ്പ് റിവിഷൻ ആയിട്ട് ഉപയോഗിക്കുക. ഇതിനെ അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്മാർട്ട് ആക്കുക. അപ്പൊ ഇതിന് ആദ്യ റാങ്ക് നേടുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ടെക് PSCക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കോഴ്സ് അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടെക് PSCയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ ഈ കോഴ്സിനകത്ത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ നോട്ട്സ് PDF ഫോർമാറ്റിൽ തരുന്നുണ്ട്. ക്ലാസ്സുകൾ എടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും. കോഴ്സ് മെന്റർ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് ടോപ്പിക് വൈസ് പരീക്ഷകള്, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും. ഡൗട്ട് ക്ലിയറൻസ്, മെന്റർഷിപ്പും എല്ലാം ഈ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. അപ്പൊ എന്റെ മെന്റർഷിപ്പിൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടെക് PSCയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.